ധനകാര്യ സ്ഥാപനങ്ങളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന ക്രിമിനൽ ഗ്രൂപ്പുകൾ വ്യാപകമാകുന്നു. പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ പണം ആവശ്യപ്പെട്ട് ഭീഷണിയും തട്ടിപ്പും. ക്രിമിനൽ ഗ്രൂപ്പുകൾക്കെതിരെ സർക്കാർ കർശന നടപടികൾ കൈക്കൊള്ളണമെന്ന ആവശ്യം ശക്തം. സോഷ്യൽ മീഡിയ വഴി ഭീഷണിപ്പെടുത്തി ധനകാര്യ സ്ഥാപനങ്ങളുടെ പണം തട്ടിയെടുക്കുന്ന ക്രിമിനൽ സംഘങ്ങളുടെ പ്രവർത്തനം കേരളത്തിൽ സജീവമാകുന്നു. നീതിന്യായ സംവിധാനങ്ങളുടെ കണ്ണുവെട്ടിച്ച് അതിവിദഗ്ധമായാണ് ഈ തട്ടിപ്പ് സംഘങ്ങളുടെ പ്രവർത്തനം. ഇതിനുവേണ്ടി കണ്ടും കേട്ടിട്ടുമില്ലാത്ത സോഷ്യൽ മീഡിയ പേജുകൾ ചുളുവിലയ്ക്ക് ഇവർ വാങ്ങിവെക്കുന്നു. തുടർന്ന് ജനകീയ അംഗീകാരമുള്ളതും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതുമായ ധനകാര്യ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ട് ഇവർ കരുക്കൾ നീക്കുന്നു. സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ തകർക്കുന്ന വിധത്തിൽ വ്യാജ വാർത്തകൾ നിരന്തരം പടച്ചുവിടും. സ്ഥാപനം നഷ്ടത്തിലാണെന്നും ഉടൻ അടച്ചുപൂട്ടും എന്നെല്ലാമുള്ള വിധത്തിൽ അസത്യ വാർത്തകളും കാർഡുകളും നിരത്തും. അതിനുശേഷം ഇത്തരം വാർത്തകളും കാർഡുകളും സ്ഥാപന മേധാവികൾക്ക് അയക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. വാർത്തകൾ നീക്കം ചെയ്യാൻ വൻ തുകകൾ വേണമെന്ന വിധത്തിൽ ബ്ലാക്ക് മെയിലും ഭീഷണികളും ആരംഭിക്കും. സ്ഥാപനത്തിന്റെ സത്പേരിനെ തകർക്കുന്ന വിധത്തിലുള്ള തുടർ വാർത്തകൾ വരുമെന്നും അല്ലാത്തപക്ഷം പണം നൽകണമെന്നുമുള്ള ഭീഷണി ഉയർത്തുകയാണ് ഈ തട്ടിപ്പു സംഘത്തിന്റെ പ്രവർത്തന ശൈലി. മാസങ്ങൾ പോലും പഴക്കമില്ലാത്ത അക്കൗണ്ടുകൾ വഴിയാണ് ഇവർ അപകീർത്തികരമായ വ്യാജ വാർത്തകളും ഭീഷണികളും പ്രചരിപ്പിക്കുന്നത്. പൊതുസമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു വാർത്തയും ഇവർ പ്രസിദ്ധീകരിക്കാറില്ല. തട്ടിപ്പും ഭീഷണിയും നടത്താൻ മാത്രമാണ് ഈ വിധത്തിൽ തട്ടിക്കൂട്ട് പേജുകൾ ഉപയോഗിക്കുന്നതെന്ന് വ്യക്തം. എല്ലാ പോസ്റ്റുകൾക്ക് താഴെയും വിശദമായ വാർത്ത ഉടൻ എന്ന് സൂചിപ്പിക്കുകയും ഒരു ഫോൺ നമ്പർ നൽകുകയും ചെയ്യും. അതായത് വ്യാജ വാർത്ത ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടണമെന്നാണ് ഇക്കൂട്ടരുടെ ആവശ്യം. കൂടാതെ ചില രഹസ്യ നമ്പറുകൾ വഴി സ്ഥാപന മേധാവികളെ ബന്ധപ്പെട്ടും തട്ടിപ്പ് സംഘം പണം ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നോ രണ്ടോ സ്ഥാപനങ്ങളുടെ നേരെ മാത്രമല്ല ഈ പ്രവർത്തനം. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കേരളത്തിലെ 28ഓളം പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ ഈ തട്ടിപ്പു സംഘങ്ങൾ വ്യാജ വാർത്തകളുമായി രംഗത്ത് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ക്രിമിനൽ ഗ്രൂപ്പുകൾ എത്ര ശക്തമായാണ് കേരളത്തിൽ ഭീഷണി വലകൾ വിരിച്ചു കഴിഞ്ഞതായി നമുക്ക് മനസ്സിലാവുക. സ്ഥാപനത്തിന്റെ സൽപ്പേരിനെ ബാധിക്കാതിരിക്കാൻ ചില സ്ഥാപനങ്ങളെങ്കിലും ഈ ക്രിമിനൽ സംഘങ്ങളുമായി ഒത്തുതീർപ്പ് നടത്താറുണ്ടെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. കാരണം അവരെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾ ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും ഇടയ്ക്കിടെ അപ്രത്യക്ഷമാകുന്നുണ്ട്. അത് പണം വാങ്ങിയാണെന്നത് വ്യക്തം. അതേസമയം സർക്കാർ നിബന്ധനകൾക്ക് വിധേയമായി നിയമാനുസൃതം പ്രവർത്തിച്ചു വരുന്ന പല ധനകാര്യ സ്ഥാപനങ്ങളും ഇവരുടെ ഭീഷണിക്ക് വഴങ്ങാതെ ധീരമായി നിലകൊള്ളുന്നുമുണ്ട്. ഈ വിധത്തിലുള്ള ഭീഷണികളെയും അപകീർത്തി വാർത്തകളെയും കൂസാതെ ഇത്തരം ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ കടുത്ത നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് അവരുടെ ഉറച്ച തീരുമാനം. ന്യൂസ് ടുഡേ, കൊച്ചിൻ ന്യൂസ് അപ്ഡേറ്റ് തുടങ്ങിയ പേജുകളിൽ നിന്നാണ് ഈ വിധത്തിൽ പോസ്റ്റുകൾ വരുന്നതെന്നാണ് ധനകാര്യ സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാധ്യമപ്രവർത്തനത്തിന്റെ മറവിൽ ഈ വിധത്തിൽ വ്യാജ വാർത്തകളും ക്രിമിനൽ പ്രവർത്തനങ്ങളും നടത്തി ഭീഷണികളിലൂടെ പണം തട്ടുന്ന ഗൂഢസംഘങ്ങൾക്കെതിരെ കടുത്ത നടപടികൾ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളണമെന്ന അഭ്യർത്ഥനയാണ് ഈ ധനകാര്യ സ്ഥാപനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം നീക്കങ്ങൾ ക്രിമിനൽ ഗ്രൂപ്പുകൾക്കെതിരായ നിയമ പോരാട്ടത്തിൽ സഹായകമായി മാറുമെന്നും അവർ കരുതുന്നുണ്ട്. വ്യാജ പ്രചരണങ്ങൾ വ്യാപകമാകുന്നതോടെ സംസ്ഥാനത്തുടനീളമുള്ള 10,000-കണക്കിന് നിക്ഷേപകരാണ് ആശങ്കയിലാകുന്നത്. ലഹരി വാഴ്ചയ്ക്കെതിരെ കേരള ഗവൺമെന്റ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ പോലെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന ഈ വിധം ക്രിമിനലുകൾക്കെതിരെയും കടുത്ത നടപടികൾ വേണമെന്ന വികാരമാണ് വിവിധ കോണുകളിൽ നിന്നും ഇപ്പോൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കേരള പോലീസും സൈബർ സെല്ലും അടക്കമുള്ള സർക്കാരിന്റെ നിയമ സംരക്ഷണ സംവിധാനങ്ങൾ ഈ തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ കർശന നടപടികൾ കൈക്കൊള്ളുമെന്ന പ്രതീക്ഷയിലാണ് ഒട്ടേറെ ധനകാര്യ സ്ഥാപനങ്ങളും 10,000-കണക്കിന് നിക്ഷേപകരും ഇപ്പോൾ.